ഗൈസ്, നമ്മൾ ഇറങ്ങുകയാണ്. ഇതാണ് എമ്പുരാൻ കാണാനുള്ള എൻ്റെ ലുക്ക്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഫോമൽ വേഷത്തിൽ കോട്ടും സൂട്ടിട്ടാണ് പോകുന്നത്. ഷോ ആക്ച്വലി 10:30 എങ്ങാണ്ടാണ്, പക്ഷെ നമുക്ക് നേരത്തെ എത്തണം. Hello. Good morning. How are we today? You look very good. Thank you. Thank you. I'm not sure whether I should have this open or. Oh my God, mundu. Yeah, wonder. I just forgot my watch, and then I would have been blinging. He looks like Rangannan. Guys, നമ്മൾ all set for എമ്പുരാൻ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഷോ കാണാൻ പോവാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു ഫാൻ വൈബുള്ളൊരു ഫസ്റ്റ് ഷോ ഞാൻ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അത് എമ്പുരാന് വേണ്ടി നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റഡ്. ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ അറിയാം. പൃഥ്വിരാജ് പോലും ഇത്ര ഗെറ്റപ്പിൽ എമ്പുരാൻ കാണാൻ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഇതിലാണ് ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്ത് വന്നേക്കുന്നത്. ആക്ച്വലി എനിക്കൊരു കോട്ടും കൂടെ ഉണ്ട്, കാറിലാണ്. Over 2 minutes away. My bad, be better than my English. Hi guys. Hello, all the community. നമ്മുടെ ചേട്ടൻകുട്ടി എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. Come on stage. Okay, let's welcome our young and vibrant Chennai team from Brisbane. Put your hands together. I don't know. I was going to ask you that. Like, now what? What's the next move here? Yeah, come on. Can you hear me? അവിടെ ലൈക്ക് മ്യൂട്ടഡാണ്. Okay, everyone put your hands together for Team Wanderlust. Cinema.
അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു തന്നെ? നല്ല പടമായിരുന്നു ഗൈസ്. ഞാനൊരു ഖുറേഷി അബ്രാം വൈബിലാണ് വന്നത്. ഗൈസ്, രണ്ടാമതും എമ്പുരാൻ കാണാൻ നമ്മൾ ഹോയ്റ്റ്സിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ടത് ഇവൻ സിനിമാസിലായിരുന്നു. ഇപ്പം നമ്മൾ കാണാൻ വന്നേക്കുന്നത് ഹോയ്റ്റ്സിലാണ്. 2 തിയേറ്ററിലും എക്സ്പീരിയൻസ് എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മൾ ആക്ച്വലി ഇന്ന് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. കയ്യിൽ മെഗ്ഡിയും GYGയും ഒക്കെ ഉണ്ട്. ഇതെങ്ങനെ അകത്ത് കിട്ടുന്ന അറിയില്ല. അകത്ത് കയറ്റുന്നതിനുള്ള തത്രപ്പാടിലാണ് അവിടെ. ഗൈസ്, എത്ര മാസമാണ് പ്രഗ്നന്റ്? ഗൈസ്, അങ്ങനെ അവസാനം എമ്പുരാൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എമ്പുരാൻ റിലീസായി. കുറേ പേര് പറഞ്ഞു ലൈക്ക് ആ ഹൈപ്പിനുള്ളത് ഉണ്ടായില്ല, പോരാന്നൊക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ഓരോ ഷോട്ടായാലും ഒക്കെ വേറെ ലെവലായിട്ടാണ് രാജുവേട്ടൻ എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ചിലപ്പം ഭയങ്കര ഹൈപ്പ് തന്നുകൊണ്ടുള്ള ചെറിയ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവാതായിരിക്കാം. അതർവൈസ് പടം അടിപൊളിയാണ്. നല്ല പടമാണ്. എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവരുടെയും ആക്ടിങ് വൈസ് ആണെങ്കിലും ലാലേട്ടനെ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല. മഞ്ജു വാര്യർ അടിപൊളി. അയ്യോ, എല്ലാവരും അടിപൊളി. രാജുവേട്ടൻ അടിപൊളി. അയ്യോ, ഒന്നും പറയാനില്ല. എല്ലാം അടിപൊളിയാണ്. എനിക്കിഷ്ടപ്പെട്ടു. ഇതിൽ വേറെ ഒന്നും പറയാനില്ല. അടിപൊളി പടം. യെസ്. ഇനിയിപ്പോൾ അടുത്ത പാട്ടിന് വെയിറ്റിംഗ് ആണ്. ആദ്യം ഇനി ഒരു 6 കൊല്ലം വെയിറ്റ് ചെയ്യണം. കോപ്പ് 6 കൊല്ലം എന്തോരോ നാളത്. കാരണം നമ്മൾ ഈ ഒരു മാസം ഓരോ ദിവസവും 27 എമ്പുരാൻ ഇറങ്ങുമല്ലോ, 27 എമ്പുരാൻ ഇറങ്ങുമല്ലോ എന്ന് ഓർത്ത് ആ ദിവസം ഒരു പരിപാടിയും വെക്കാതെ ഒരു വാക്കും എടുക്കാതെ ഒക്കെ നമ്മൾ ഇരിക്കുമായിരുന്നു. കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. പക്ഷേ ഇനിയിപ്പോൾ 6 വർഷം എന്നൊക്കെ പറയുമ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ മറ്റേ മെയിൻ വില്ലൻ ഉണ്ടല്ലോ, ഞാൻ അതിൽ സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. പക്ഷെ ശരിയാ, പറയാൻ പറ്റില്ലല്ലോ, അപ്പം ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും പോയി പടം കാണാം. നല്ല പടമാണ്. റിവ്യൂ ഒന്നും കണ്ട് വിഷമിക്കണ്ട. നല്ല പടമാണ്. അവരവരുടെ റിവ്യൂ പറയുന്നു. നിങ്ങൾ പോയി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂ പറയാം. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.